നാം ഓർത്തിരിക്കണം, മെത്രാനെടുത്ത ശുശ്രൂഷ അതിൽ തന്നെ ഉന്നതമാണ് എങ്കിൽ തന്നെയും വളരെയേറെ വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഏറ്റവും വലിയ വെല്ലുവിളി മെത്രാൻ നേരിടുന്ന ശുശ്രൂഷയ്ക്ക് അതിനോടുകൂടി ശക്തമായി നിലകൊള്ളാൻ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അധികം പേരെ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ബാഹ്യമായ പിന്തുണയുണ്ടെങ്കിൽ തന്നെയും നിർണായക ഘട്ടങ്ങളിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിക്കണം എന്നില്ല. സുവിശേഷത്തിൽ നമ്മൾ കേട്ടു എപ്രകാരം കർത്താവ് ആടുകൾക്ക് വാതിലായിരിക്കുന്നു എന്ന്. നല്ല ഇടയനായ കർത്താവ് തന്നെ വിശേഷിപ്പിക്കുകയാണ്, ഞാൻ ആടുകൾക്ക് വാതിലുമാണ് എന്ന്. വാസ്തവത്തിൽ ഒരു മെത്രാൻ ആളുകൾക്ക് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം. ആളുകൾ, വിശ്വാസികൾ നിർബാധം സഭയിൽ പ്രവേശിക്കുകയും ഇറങ്ങിപ്പോവുകയും വീണ്ടും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വാതിൽ പോലെ ആയിരിക്കണം മെത്രാൻ്റെ ശുശ്രൂഷ. പ്രാദേശിക സഭാതനിക്ക് വരവേൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സഭയ്ക്ക് വേണ്ടി കർത്താവ് അതേ തിരുവചന ഭാഗത്ത് പറഞ്ഞതുപോലെ ജീവൻ പോലും അർപ്പിക്കുവാനുള്ള സന്നദ്ധതയോടെ ഇറങ്ങുന്ന ഇടയനാണ് മെത്രാൻ. പക്ഷേ മെത്രാൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷത്തിലെ ഉപമയിൽ പറയുന്നത് പോലെ ഉള്ള പല വിധത്തിലുള്ള ആടുകളുണ്ട്. കർത്താവ് ഓലാടുകളെക്കുറിച്ചും ചെമ്മരിയാടുകളെക്കുറിച്ചും പറയാം. ഈ രണ്ടാടുകൾക്കും രണ്ട് സ്വഭാവ പ്രകൃതി. ചെമ്മരിയാടുകൾ ഇടയൻ മുന്നേ നടന്നാൽ മതി, ഇടയൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടുകളുടെ കൂട്ടമാണ്. എന്നാൽ കോലാടുകൾ ഏതെങ്കിലും പച്ചപ്പുല്ല് കണ്ടാൽ അതിനെ തേടി അതിൻ്റെ പുറകെ ഓടി ഓടി ചിതറിപ്പോകുന്ന സ്വഭാവമുള്ള ആടുകൾ. ആ കോലാടുകളെ നയിക്കുന്ന ഇടയൻ ആടുകൾക്ക് പുറകില്ല. ആ ആടുകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വഴിയുമായി നീങ്ങുന്നവനാണ് ഈ ഇടയൻ. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സ്വഭാവങ്ങളോട് കൂടിയവരും സഭാ സമൂഹത്തിൽ ഉണ്ടാകും. മെത്രാൻ പറയുന്നതിനെ, സഭ തീരുമാനിക്കുന്നതിനെ അനുസരിച്ച് മെത്രാനോടൊപ്പം അല്ലെങ്കിൽ മെത്രാൻ സംഘത്തോടൊപ്പം ഒക്കെ നീങ്ങുന്ന സമൂഹം. എന്നാൽ ചിതറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആടുകൾ അവരെ സ്വന്തമായ താല്പര്യങ്ങൾ നോക്കിയാണ് ചിതറിപ്പോകുന്നത്. പക്ഷെ അവരെ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഭഗീരഥ പ്രയത്നമാണ്. ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടണം, അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. ഇതുകൊണ്ട് തന്നെയാണ് അവസാന വിധിനാളിൽ ചിതറിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിലായിട്ട് ശിക്ഷിക്കപ്പെടാനുള്ളവരെ കർത്താവ് വെച്ചു. കോലാടുകൾ ഇടതുവശത്തുള്ള, വലതുവശത്തുള്ള ചെമ്മരി ആളുകൾ ഇടയനെ കേട്ട് സഭാഘാതത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നവർ. അപ്പോഴങ്ങനെയുള്ള ഒരു വ്യത്യാസത്തോടുകൂടി കർത്താവ് തന്നെ തൻ്റെ ഉപമയിൽ വിഭാവന ചെയ്യുന്ന ആ ചിന്ത ഇന്ന് പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും സൂചിപ്പിക്കുന്നു. നീ വചനം പ്രഘോഷിക്കുക, അതാണ് മെത്രാന്റെ ദൗത്യം. വചനം അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളോടും കൂടി അതിൻ്റെ പ്രബോധനപരമായ വശങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നീ പ്രഘോഷിക്കുക, അതാണ് നിന്റെ ദൗത്യം. അത് നല്ല നേരത്തും വേണം, എതിർ നേരത്തും വേണം. എന്ന് വെച്ചാൽ അനുകൂലമോ പ്രതികൂലമോ ആയിക്കൊള്ളട്ടെ സാഹചര്യങ്ങൾ നീ വചനം പ്രഘോഷിക്കണം. അപ്പോൾ സഭയുടെ വചനം പ്രഘോഷിക്കുവാൻ മെത്രാൻ കടപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആ പ്രബോധനം നിർവഹിക്കാൻ പറയുമ്പോൾ പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറയുകയാണ്, വചനത്തെ സ്വീകരിക്കാതെ ചിതറിപ്പോകുന്ന ജനമുണ്ടായ, പക്ഷെ നീ സമചിത്തതയോടുകൂടി വർദ്ധിക്കുക. തിമോഥെയോസിന് മറ്റൊരു ലേഖന ഭാഗത്ത് 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ മെത്രാൻ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നിടത്ത്
മെത്രാന്റെ ഗുണമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ സംയമിയായിരിക്കണം, അവൻ വിവേകിയായിരിക്കണം. ഇപ്പോൾ സമചിത്തതയോടെ വ്യാപരിക്കണമെന്ന് പറയുന്ന അതേ പൗരോഹിത്യത്തെ കൂട്ടിച്ചേർക്കുകയാണ് വൈദികൻ സംയമിയായിരിക്കണം, അത് മെത്രാൻ സംയമിയായിരിക്കണം, അതുപോലെ തന്നെ മെത്രാൻ വിവേകിയായിരിക്കണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് കാലം മാറി വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ വെല്ലുവിളികളുണ്ടാകും. കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ വ്യക്തികളായിട്ടും സമൂഹങ്ങളായിട്ടുമൊക്കെ ജനങ്ങൾ അവകാശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് കൂടിക്കൂടി വരുന്ന കാലഘട്ടവും സമുദായങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലുമൊക്കെ കലഹങ്ങളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വർത്തമാനമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം ആത്മസംയമനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പിതാവിൻ്റെ മാതൃക നമുക്കുമുണ്ടാകും. നാം ആത്മസംയമനത്തോടുകൂടി വേണം സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിർവഹിക്കും. നമുക്കറിയാമല്ലോ, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും ഒരുപോലെ രണ്ടും പിൻവലിക്കാൻ സാധിക്കില്ല. പിൻവലിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോലും പിൻവലിക്കുന്നതിൻ്റെ ഫലം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടേതായിട്ടുള്ള എല്ലാവിധ വ്യാപാരങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ സന്തുലിതവും ആത്മസംയമനത്തോടുകൂടിയുള്ള ജീവിതശൈലിയാണ്. അതുപോലെ തന്നെ വിവേകപൂർവ്വം മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ അംഗീകരിച്ച് ആദരിച്ച് അവർക്ക് നൽകാവുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച്, എന്നാൽ മതജാപരമായി അവരെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യണമെന്ന് തിമോഥെയോസിനോട് പറയുന്നത് പോലെ ചെയ്യാനും സഭയെ സാധിക്കും. സഭയെ സമൂഹത്തെയും ദൈവം സഹായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സഹായം സ്വീകരിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണമെന്നുമാണ്. സഹായിക്കാമെന്ന് പറയുന്ന കർത്താവിൽ അഭയം ലഭിക്കാതെ നമ്മുടേതായിട്ടുള്ള ശക്തിയിൽ അഭയം ലഭിച്ചാൽ കർത്താവ് എങ്ങനെ സഹായിക്കും? കുതിര മാറുന്നവനെ കർത്താവ് പിടിച്ചു നിർത്തുന്നില്ല. അത് നമുക്കറിയാം. എൻ്റെ 12 പേരിലും തന്നെ തള്ളി പറഞ്ഞവനെ മുൻകൂറായിട്ട് ശിക്ഷ പറഞ്ഞില്ല. അവന് സൂചന കൊടുക്കും എന്ന് വരികയും അവനെ ശിക്ഷിക്കാൻ കർത്താവ് തയ്യാറായി. അങ്ങനെ തള്ളി പറയാൻ സാധ്യതയുള്ളത് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കരുതി കൂട്ടിയിരുന്നവനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ സഭയെ, തൻ്റെ സമൂഹത്തെ, ശിഷ്യ സമൂഹത്തെ നയിച്ചത്. നാം ഓർക്കുക എത്ര വിശാലമാണ് കർത്താവിൻ്റെ കാരുണ്യം എന്ന്. അപ്പോൾ കാരുണ്യത്തോടെയാണെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അത് അപ്രകാരം സഭയ്ക്ക് മാതൃകാപരമായ ഒരു ദർശനം നൽകാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം ബലഹീനനായപ്പോഴാണ് ഏറ്റവും ശക്തനായിരിക്കുന്നത്. കുരിശിലാണ് കർത്താവിൻ്റെ ശക്തി ഏറ്റവും അധികം പ്രകടമായത്. കുരിശിലെ ശക്തിയാണ് കർത്താവിനെ കവറിൽ നിന്ന് ഉയർപ്പിച്ചത്. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭാ ജീവിതത്തിലും തീർച്ചയായിട്ടും നമുക്ക് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും നാം ഉയർത്തും, കർത്താവിനോട് ഉയർത്തും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് തിരുവചനത്തെ അടിസ്ഥാനമാക്കി സഭാപ്രബോധനങ്ങളുടെ പിൻബലത്തിലും നമ്മുടെ ജീവിതങ്ങളെ യഥാവിധി കർത്താവ് ആഗ്രഹിക്കുന്നവർ നിയന്ത്രിക്കാൻ സാധിക്കും.